പ്രണയസാഗരം അധ്യായം 3. എന്നിട്ടെന്തായി നൂറ? എന്നിട്ടെന്താവാൻ? നിറയെ കൂട്ടുകാരും എന്നും ആഘോഷവും അങ്ങനെയൊക്കെ തന്നെ. നിന്ന നിൽപ്പിൽ ബാഗൊക്കെ റെഡിയാക്കി ഒറ്റപ്പോക്കാണ്. 2-3 ദിവസം കൂട്ടുകാരുടെയൊക്കെ കൂടെ ചുറ്റിക്കറങ്ങാൻ. വീട്ടിലൊന്നിനും ആരും എതിര് പറയാത്തത് കൊണ്ട് പറന്നങ്ങനെ നടന്നു. കല്യാണം കഴിഞ്ഞെന്നോ ഭാര്യയുണ്ടെന്നോ അത് ജീവിതത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നോ ഒന്നും അറിയാത്ത സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരാളായി മാറുകയായിരുന്നു അയാൾ. പതിയെ വീട്ടുകാർക്കുള്ളിൽ ചെറുതായിട്ടൊരു കുശുകുശുപ്പൊക്കെ ആരംഭിച്ചു. പരാതിയും പരിഭവവും ഒന്നും പറയാതെ ഇന്നല്ലെങ്കിൽ നാളെ റെഡിയാകുന്നുള്ള പ്രതീക്ഷയിൽ ജീവിതം അവളങ്ങനെ തള്ളി നീക്കി. ഒന്നും ശരിയാവില്ലെന്നും അവരുടെ ചുറ്റിനുമുള്ള എല്ലാവർക്കും അറിയായിരുന്നു. അവിടെയും ഇവിടെയും തൊടാതെ കുറച്ച് കാര്യങ്ങൾ ഐഷയും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നാവാൻ വേണ്ടി മാത്രം എല്ലാവരും കൂടി കെട്ടിച്ചയച്ചതാണ്. താല്പര്യമില്ലായിരുന്നു. ആദ്യമായി പ്രണയം തോന്നിയ ഒരു പെണ്ണുണ്ടായിരുന്നു അത്രേ. എന്നിട്ടോ മെഹ്റുവിന് ആകാംക്ഷ കൂടി. അവളെ ജീവനതുല്യം സ്നേഹിച്ചിരുന്നതു പക്ഷേ തൊട്ടടുത്ത വീട്ടുകാരായതുകൊണ്ട് സ്വഭാവം മൊത്തം ആ വീട്ടുകാർക്ക് അറിയാവുന്നത് കൊണ്ടും ആ പെണ്ണിനെ വീട്ടുകാർ വേറെ കെട്ടിച്ചയച്ചു. അടിപൊളി. എന്നിട്ട് ആ പെണ്ണിന് കല്യാണാലോചന വന്നപ്പോൾ മുതൽ അവൾ ഇറങ്ങി വരാൻ തയ്യാറായിരുന്നു. പക്ഷേ അതിനിടയിൽ അവളുടെ വീട്ടുകാർ അവളെ വേറെ എവിടേക്കോ മാറ്റി. പെണ്ണ് വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച് മജീദക്കയുടെ ഉമ്മ പെണ്ണ് ചോദിക്കാൻ ചെന്നു. എന്നിട്ട് കൊള്ളാലോ, ഞങ്ങളുടെ മോളെ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും പോലും നിങ്ങളുടെ മകനെ തിരിച്ചു തരില്ല എന്നായി അവരുടെ ഭാഗം. അതോടെ സകലത്തിനോടും ദേഷ്യവും വാശിയും തല്ലും കേസും ഒക്കെ പതിവായി. അതോടെ കുറച്ച് കൂട്ടുകാർ കൂടി ഉത്തരവാദിത്തം ഇല്ലാതെ അങ്ങനെ ഒരു നടത്തം. ഇത് പതിവ് വിരഹങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ നൂറ? ഏയ്, ഇനിയാണ് ട്വിസ്റ്റ് മെഹ്റു. അവളില്ലാത്ത നാട്ടിൽ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ വന്നപ്പോൾ നാട്ടിൽ നിന്നും മാറി കുറേ കാലത്തേക്ക് എങ്ങോട്ടോ ഒരു പോക്ക്. കുത്തഴിഞ്ഞ ജീവിതവും അടിപിടിയും കണ്ടു മടുത്ത വീട്ടുകാർ അയാളെ നന്നാക്കാൻ തീരുമാനിച്ചു. മറ്റൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കെട്ടിക്കുക. അതിലവർ വിജയിച്ചു. പക്ഷേ അവൾക്കൊരു വെല്ലുവിളിയായിരുന്നു അതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതാണ് തൻ്റെ എളാമ ഐഷ അല്ലേ? അതെ, ഒരുമിച്ച് കണ്ടാൽ സൂപ്പർ ജോഡികളാണ്. ആരും കണ്ണുവെക്കും പോലെ ആളുകളുടെ മുന്നിലൊക്കെ അവൾ പറന്നു നടന്നു. വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും അവളെ തനിച്ചാക്കി വീട്ടുകാരുടെ കൂടെ നിന്നിരുന്നു അയാൾ. ഒരിക്കൽ പോലും കൂടെ നിൽക്കാനോ ചേർത്ത് നിർത്താനോ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് വലിയൊരു സത്യം. എന്നിട്ടെന്താ, അവർക്കും ജീവിക്കണ്ടേ? ഒരുപാട് പ്രായത്തിന് മൂത്ത ആളുകളായിരുന്നു ആ വീട്ടിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് താഴേക്ക് വരാനോ ഇവൾക്ക് അവരുടെ ചിന്തയ്ക്കൊപ്പം എത്താനോ കഴിയാതെ പോയി. എടോ, അത് വല്ലാത്തൊരു പ്രോബ്ലമാണല്ലോ. അതേ മേറു, രസം 18 വയസ്സിൽ 70കളുടെ കൂടെ എത്തുക എന്നതൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതും വീട്ടിൽ ഒന്നിനും കുറവില്ലാത്ത, ആരും വിലക്കാത്ത, സ്വന്തമായി അഭിപ്രായങ്ങളൊക്കെ ഉള്ളൊരു പെണ്ണ്. അടുക്കളയിലെ അകത്തളങ്ങളിൽ അമ്മായിയമ്മ എന്നൊരു സംഭവം നിറഞ്ഞാടുമ്പോൾ കൂട്ടിന് ആരുമില്ലാതെ തീർത്തും ഒറ്റപ്പെടുകയായിരുന്നു അവൾ. താലി മാത്രം കഴുത്തിപ്പോരല്ലോ, അതിൻ്റെ അവകാശി കൂടി സ്ട്രോങ് ആവണ്ടേ? അല്ലെങ്കിൽ അമ്മയുടെ വാക്കുകൾക്ക് എതിരില്ലാതെ പ്രിയപ്പെട്ട മോൻ എന്ന സ്ഥാനം നിലനിർത്താൻ അവിടെ താലിയും നിശബ്ദമായി എന്നുള്ളതാ. എന്തൊരു ചെങ്ങായിയാണ് പോയി. എന്നിട്ടെന്തായി നൂറ? എന്തിനാ ഇവരിങ്ങനെ സഹിച്ചേ? സ്വന്തം വീട്ടിലേക്ക് പോവായിരുന്നില്ലേ അവർക്ക്? യഥാസ്ഥിക കുടുംബ സമൂഹത്തിൽ തന്നെ പേര് കേട്ട, അത്യാവശ്യം നല്ല രീതിയിൽ മറ്റെല്ലാവരും ജീവിക്കുമ്പോൾ അവിടുത്തെ ഒരു കുട്ടി മാത്രം ഇങ്ങനെ, അതും കുടുംബത്തിന് മൊത്തം നാണക്കേടല്ലേ? അതിനെ ആ ചെക്കന് എന്താണൊരു കുറവ്? കാണാൻ നല്ല സുന്ദരൻ, നല്ലൊരു ജോലി, വീടും ചുറ്റുപാടും വലിയ കുഴപ്പമില്ല. പിന്നെന്താ, നാട്ടുകാരോടും വീട്ടുകാരോടും ഇത്രയും സ്നേഹമായി പെരുമാറുന്ന ആ ചെക്കനെ കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് കരുതിയാൽ മതിയല്ലോ. ഇതായിരുന്നു അറിഞ്ഞവരുടെയൊക്കെ മറുപടി. ഒരിക്കൽ ഐഷാമ്മ മോശമായി പെരുമാറിയ മജീദ്ക്കാട് ഏട്ടനോട് പൊട്ടിത്തെറിച്ചു. ഏട്ടന്മാർക്ക് മുന്നിൽ എതിർവാക്ക് പറയാൻ പാടില്ല, അവർ നിന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതാണല്ലോ. ഉമ്മയുടെ വേദവാക്യത്തിൽ അവിടെയും ആ പെണ്ണ് തോറ്റുപോയി. സ്വന്തം ഭർത്താവിന് മുന്നിൽ ആശ്വാസം കണ്ടെത്താൻ എത്തിയ അവർക്ക് അവിടെയും നിരാശ മാത്രം. നിങ്ങൾ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചേ? എന്നെ എന്നല്ല, ഒരു പെണ്ണിനെയും നിങ്ങൾ ചതിക്കാൻ പാടില്ലായിരുന്നു. നട്ടലില്ലാത്തവർ കല്യാണം കഴിക്കാൻ നിൽക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. വെറുതെ ഒരു പെണ്ണിൻ്റെ ജീവിതം കൂടി. അവളുടെ പൊട്ടിത്തെറികൾക്ക് അവസാനം അയാൾ സംസാരിച്ചു തുടങ്ങി. അതിനെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായില്ല. എല്ലാവരും കൂടി എന്നെ... ആണോ? അതെ, സന്തോഷം. എന്നാൽ പിന്നെ അധികം ബുദ്ധിമുട്ടി എന്നെ ഒഴിവാക്കേണ്ട കാര്യം, എന്നെ കൂടെ കൊണ്ടു നിർത്തേണ്ട കാര്യമുണ്ടോ? ഒഴിവാക്കി തന്നൂടേന്നായി അവളുടെ പക്ഷം. നമുക്ക് വേർപിരിയാനുള്ള വഴി നോക്കാം. ഒരു പെണ്ണിൻ്റെ ജീവിതം വെറുതെ
ഇവിടെ എനിക്ക് പറ്റില്ല, പഠിച്ചേ പറ്റൂ, ജോലിക്ക് പോയാലേ ജീവിക്കാൻ പറ്റൂ, അല്ലാതെ മറ്റുള്ളവരുടെ ഉദരത്തിൽ ഇനി ശരിയാവില്ല എന്നായി. അയാൾക്ക് തികച്ചും അത്ഭുതമായിരുന്നു. വീട്ടിൽ നിന്നും പുറത്ത് ജോലിക്കോ, അതും ഈ വീട്ടിൽ നിന്നും. ഇവിടെ നിന്നും ഇതുവരെ ആരും ജോലിക്ക് പോയിട്ടില്ല, ഇനി ആരും പോവാനും പോകുന്നില്ല. അന്തിമ തീരുമാനമാണ്. ഒരുപാട് സഹിച്ച് നാളുകൾ നീക്കവേ ജീവിതം തന്നെ മടുത്തു തുടങ്ങി. ഒരു കൂട്ടം ഗുളികകൾ ഒരു ഗ്ലാസ് വെള്ളത്തോടൊപ്പം വിഴുങ്ങി. ഒന്നും അറിയണ്ടല്ലോ, കേൾക്കാനും നിൽക്കണ്ട, മതിയായി, ശരിയാവില്ല എന്നായി. പക്ഷേ അതിലൊന്നും ആരും വലിയ പരിഗണനയൊന്നും ഉണ്ടായിരുന്നില്ല. ആരും പരിഗണിക്കാതെയുള്ള ജീവിതത്തിൽ അവൾ പരമാവധി ഒതുങ്ങിക്കൂടി തുടങ്ങി. പതിയെ അവൾ കുട്ടികളുടെ കൂടെ ഒതുങ്ങിത്തുടങ്ങി എന്ന് പറയാം. എപ്പോഴും ക്രിക്കറ്റും അക്കും അങ്ങനെയുള്ള ഒരു പിള്ളേരുടെ കൂടെ കളി പതിവായിരുന്നു. ഒരു ദിവസം കളിക്കിടെ അവരുടെ ക്രിക്കറ്റ് ബാറ്റ് ഒടിഞ്ഞുപോയി. ഇനി നമ്മളെങ്ങനെ കളിക്കുമെന്നായി കുഞ്ഞുങ്ങൾ. പിന്നെ അവർ കരച്ചിലായി. ഇനി ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ലല്ലോ എന്ന മട്ടിലായിരുന്നു കുഞ്ഞുങ്ങളുടെ തീരുമാനങ്ങൾ. കരച്ചിലടക്കാൻ പാടുപെടുന്ന കുഞ്ഞുങ്ങളെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ധർമ്മസങ്കടത്തിലായി. അപ്പോഴാണ് കരച്ചിലിൻ്റെ കാര്യം തിരക്കി ഏട്ടത്തിയമ്മ പറയുന്നത്. എന്തു പറ്റി? കുഞ്ഞുങ്ങൾ പറയുന്നുണ്ടല്ലോ ആയിഷ, എന്താണുണ്ടായേ? അതെ അമ്മായി, ബാറ്റ് കളിക്കിടെ ഒടിഞ്ഞുപോയി, ഇനി കളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാണ് കരച്ചിൽ. ആ, അതാണോ കാര്യം? തട്ടിൻപുറത്തൊന്ന് കയറി നോക്കേ, അവിടെ കാണും 1-2 ബാറ്റ്. കേട്ടതും ഉള്ളതിൽ മൂത്തവൻ തട്ടിൻപൊക്കത്ത് വലിഞ്ഞു കയറി. അവിടെ നിന്നും കുറച്ചു സമയം കൊണ്ട് താഴെ വന്നു. ആമാ, ഒരു സാധനം കിട്ടി, വേണോ വായിക്കാൻ? ആമ എന്നും അമ്മായി എന്നുമൊക്കെയാണ് പിള്ളേർ വിളിക്കുക. എന്താടാ കുട്ടു അത്? വായിച്ചേ, കുഞ്ഞമ്മ വായിക്കേണ്ടതാണ്. എന്നാ നീത്താ. ഇയ്യേ, ഇല്ല, തരില്ല. അവൻ അതുകൊണ്ട് ആ വീട് മുഴുവൻ ഓടിച്ചു ആയിഷയെ. ക്രിക്കറ്റ് ബാറ്റ് കിട്ടിയോ? ആ കിട്ടി, പക്ഷെ അതിലും വലുതാണിത്. നീ ഇനി എന്നെ ഓടിക്കല്ലേ, എനിക്ക് വയ്യ, ഞാനിനി ശ്വാസം മുട്ടുന്നു. അവൾ ഒരിടത്ത് തളർന്നിരുന്നു. പാവം, എന്നാ വായിച്ചോ എന്ന് പറഞ്ഞ് അവൻ ആ ചുരുൾ പേപ്പർ കയ്യിൽ വെച്ച് കൊടുത്തു. ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു കെട്ടു പേപ്പറുകൾ പതിയെ ഓരോന്നായി അഴിച്ചു നോക്കിക്കൊണ്ടിരുന്നു അവൾ. പ്രണയത്തിൽ കുതിരുന്ന അക്ഷരങ്ങൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. തീഷ്ണത നിറഞ്ഞ വരികൾ. പക്ഷേ അവൾക്കത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ചിരിച്ചുകൊണ്ട് പേപ്പറുമായി അയാളുടെ മുന്നിൽ ചെന്നു. ഇതെന്താണെന്നറിയാമോ? തട്ടിൻപുറത്തു നിന്നും കിട്ടിയതാണ്. പ്രണയലേഖനങ്ങൾ. നിങ്ങൾ പ്രണയം നിറച്ച ലേഖനങ്ങൾ. ആ, വായിച്ചോ നീ? വായിച്ചു. എന്നിട്ട്? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ആ, വളരെ നല്ലതാ. അയാളുടെ പ്രതികരണം തണുത്തതായിരുന്നു. അത് ഞാൻ കൂട്ടുകാർക്ക് എഴുതി കൊടുത്തതാണ്. പലരും എന്നെക്കൊണ്ട് എഴുതിക്കും. ആണോ? അവരുടെ എല്ലാം കാമുകി നിങ്ങളുടെ പേര് വെച്ചാണോ പ്രണയലേഖനം എഴുതുന്നത്? ഇത് ഒന്നുകൂടി വായിച്ചു നോക്കിക്കോ. അതെല്ലാം കയ്യിൽ വെച്ച് കൊടുത്ത് കത്തിച്ചു കളയുവോ സൂക്ഷിച്ചു വെക്കുവോ എന്തു വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ വിചാരിച്ച പോലെ കാര്യങ്ങൾ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. അവളത് ചിരിച്ചുകൊണ്ട് വിട്ടുകളഞ്ഞു. എന്നിട്ടെന്തായി നൂറ? എപ്പോഴും ഒരാൾ മരണം സ്വപ്നം കൊണ്ട് നടക്കുക. ജീവിതം തന്നെ ദുരിതമാണെന്ന് തിരിച്ചറിവ്. ചാവി കൊടുത്ത യന്ത്രം പോലെയുള്ള അവളുടെ ജീവിതം. ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ആരുമില്ലാത്ത ഏകാന്തതയുടെ ഒരു നടുവിൽ. എന്നിട്ട് അവർ വല്ലതും ചെയ്തോ നൂറ? സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും അവൾക്കാകുമായിരുന്നില്ല. എല്ലാ ജോലികൾക്കും അപ്പുറം എത്തുക ഒടുവിലാവും അവൾ. എല്ലാവരും കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ച്. അയ്യോ പാവം, മുറിയിൽ മുഴുവൻ ചാരായത്തിൻ്റെ രൂക്ഷഗന്ധം നിറഞ്ഞിട്ടുണ്ടാവും. കൂടെ ബീഡിയുടെയും പുകയില കരിഞ്ഞ മണങ്ങളും. കണ്ണുകളിൽ ഉറക്കം കയറി തുടങ്ങിയ പിന്നെ അയാളുടെ ഭ്രാന്തുകൾക്ക് സാക്ഷിയാവണം. മടുപ്പിക്കുന്ന അയാളുടെ മദ്യത്തിൻ്റെയും മറ്റും ഗന്ധം ഛർദിലിൻ്റെ വക്കിലെത്തിക്കും. അയാൾക്ക് മാത്രം വേണ്ടിയുള്ള ഏകാംഗ നാടകം. അയാളുടെ രതിവൈകൃതങ്ങൾ കുത്തിനിറയ്ക്കുന്ന രാത്രികൾ. പലപ്പോഴും കാമുകിയുടെ പേരിട്ട് അയാൾ അവളെ മർദ്ദിക്കും. ഷേ എൻ്റെടാ. എന്നിട്ട് മുറിവേടി അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പൊള്ളലും മുറിവുകളും സമ്മാനിച്ചു. അവൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിക്കൂടായിരുന്നില്ല നൂറ? ഇല്ല മെഹ്റു, അവർ അത് ചെയ്തില്ല. അവൾ കാത്തിരുന്ന് മരണത്തിനെയായിരുന്നു. എന്നിട്ട് പലപ്പോഴും അവരുടെ മുഖത്ത് അയാളുടെ കൈവിരലുകൾ അച്ചുപിടിപ്പിച്ചു. അവളുടെ സ്വകാര്യ ഭാഗങ്ങളിലെ പൊള്ളലുകൾ പഴുപ്പ് നിറഞ്ഞു തുടങ്ങി. എന്നിട്ട് അവർക്ക് ഇരുട്ടിനോട് കൂടുതൽ പ്രണയം തോന്നിത്തുടങ്ങി. പക്ഷേ അവളുടെ മരണത്തോടുള്ള പ്രണയം ഒരു നിമിഷം നിന്ന് ശങ്കിച്ചു നിന്നിട്ടുണ്ടാവണം. ആ അറിവ് അവരെയൊക്കെ അത്ഭുതപ്പെടുത്തി. എന്താ കാര്യം നൂറ? ഐഷാമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞു ജീവൻ തുടിക്കുന്നുണ്ടായിരുന്നു. അവർ പലപ്പോഴും സ്നേഹത്തോടെ തൻ്റെ വയറിനെ തലോടിക്കൊണ്ടിരുന്നു. തൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ തന്നോട് ചേർന്ന് നിൽക്കാൻ ഒരാൾ വരുന്നുവെന്ന് തോന്നൽ. സന്തോഷ വാർത്ത പറയാൻ ചെല്ലുമ്പോഴൊക്കെ മജീദുക്ക നല്ല ഫിറ്റിലായിരുന്നു. വീട്ടുകാർക്ക് പതിയെ സ്നേഹം തോന്നി തുടങ്ങിയെങ്കിലും അമ്മായിയമ്മ ഇപ്പോഴും പഴയപടി തന്നെ. ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാ എന്ന മട്ടിലായിരുന്നു അവർ. പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ലായിരുന്നു അവർക്ക്. തനിച്ചിരുന്ന് ഇടയ്ക്ക് അവളുടെ കുഞ്ഞിനോട് സംസാരിച്ചു തുടങ്ങിയവർ.
ഒടുവിൽ അയാൾ അറിഞ്ഞു അവൾ ഗർഭിണിയാണെന്ന്. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധത്തിൽ അയാൾ അവൾക്ക് ചേർന്ന് നിന്നു. ഒരു കൊച്ചുണ്ടാവാൻ വലിയ പ്രയാസമൊന്നുമില്ല. നിന്നെപ്പോലെയാവും കൊച്ച്. അവളെപ്പോലെ ഒരു കൊച്ചിനായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് ഇക്ക. അവൾ മുഴുവൻ സങ്കടങ്ങളും തീർത്ത് പൊട്ടിക്കരയുകയായിരുന്നു. ഐഷു, നിനക്കറിയുമോ അവളുടെ ചുണ്ടുകളുടെ നിറം, അവളുടെ ഗോതമ്പ് നിറമുള്ള ശരീരം? ആഹാ! വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് അയാൾ പിറുപിറുത്തു. വലിയ വീടിൻ്റെ നിലം മുഴുവൻ അവൾ ഇരുന്ന് തുടയ്ക്കുകയായിരുന്നു. അവൾ അരയ്ക്കാൻ പോകുമ്പോഴേക്കും മിക്സി പണിമുടക്കുമായിരുന്നു. അരകല്ലിൽ അരച്ചു അലക്കിയും മുറ്റം അടിച്ചു വാരിയും അരിയിടിച്ചും അവളുടെ മജ്ജയും മാംസവും വേർപെട്ട പോലെയാണ്. കാലുകളിലും ശരീരങ്ങളിലും നീര് വന്ന് വീർത്തിട്ടുണ്ടാവണം. ആശുപത്രിയിൽ ഒന്ന് കൂടെ പോകാനും ചെക്കപ്പിനൊന്നും ആരും കൂടെ പോകാനും ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾ അടുക്കുന്നതിനനുസരിച്ച് ആയിഷ ഭയങ്കര തയ്യാറെടുപ്പിലായിരുന്നു. ഓരോ തവണ ആശുപത്രിയിൽ പോകുമ്പോഴും അവളുടെ കുഞ്ഞിൻ്റെ വളർച്ച അവളെ ഡോക്ടർ അറിയിച്ചുകൊണ്ടിരുന്നു. മോളെ, നിന്റെ കൂടെ ആരുമില്ലേ? ഡോക്ടർ ശിശിരയുടെ ചോദ്യത്തിൽ അവളുടെ നിറഞ്ഞ കണ്ണുകൾ സാക്ഷിയായി. നിസ്സഹായതയുടെ പരിവേഷം ആ കണ്ണുകളിൽ പ്രകടമായിരുന്നു. രഹസ്യമായ മജീദിൻ്റെ മർദ്ദനമുറങ്ങൾ അപ്പോഴും സജീവമായിരുന്നു. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധത്തിൽ പലപ്പോഴും അവർ ഛർദ്ദിച്ച് അവശയായി. സിഗരറ്റിൻ്റെ പുക അവളുടെ മുഖത്തേക്ക് അയാൾ ഊതിവിട്ടു. നിക്കോട്ടിൻ പുകവലയം തീർത്ത അവൾ ശ്വാസം കിട്ടാതെ പിടയുന്നത് അയാൾ ആസ്വദിച്ചു പൊട്ടിച്ചിരിച്ചു. സിഗരറ്റിൻ്റെ അറ്റം കൊണ്ട് അയാൾ അവളുടെ വയറിൽ ചിത്രപ്പണികൾ തീർത്തു. പലപ്പോഴും അയാളുടെ കാലുകളിൽ വീണ് അവൾ കരഞ്ഞപേക്ഷിക്കാൻ തുടങ്ങി. ജീവിക്കാൻ ഒരവസരത്തിനു വേണ്ടി അവൾ അപേക്ഷിച്ചിട്ടുണ്ട്. വീടിന് മുന്നിൽ ഇറക്കിയ 4 അട്ടി വിറകുകൾ ഒതുക്കി വയ്ക്കേണ്ട ചുമതല അവൾക്കായി. നിറവയറുമായി വിറകുകളിലേറ്റി നടന്നിരുന്നപ്പോൾ അവൾ പലപ്പോഴായി വീഴാൻ പോയി. ഇപ്പോഴത്തെ ഒരു പെണ്ണുങ്ങളുടെ ഒരു കാര്യമേ, ഞങ്ങളൊക്കെ 10 പെറ്റ് മാറിയിട്ടും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ തളർച്ചയായി, വീഴ്ചയായി. അമ്മായിയമ്മ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. വയ്യാഞ്ഞിട്ടാ ഉമ്മ. അല്ലേലും അങ്ങനെയാണ്, താങ്ങാൻ ആളുള്ളവർക്ക് തളർച്ച കൂടും. ഉമ്മ ഒരു ആത്മകഥം പറഞ്ഞ് അകത്തേക്ക് വലിഞ്ഞു. ആത്മകഥമാണെങ്കിൽ പോലും ശബ്ദം കുറച്ച് കൂടുതലായിരുന്നു. വിറകുമായി ഇടറുന്ന കാലുമായി നടന്ന അവർ തളർന്നു വീഴുകയായിരുന്നു. അവളുടെ വസ്ത്രങ്ങൾ മുഴുവൻ രക്തത്തിൽ കുളിച്ചിരുന്നു. കുറച്ചു നേരമായിട്ടും അകത്തേക്ക് വിറകുമായി കാണാത്ത ആയിഷയെ കാണാതെ പുറത്തു വന്ന് നോക്കിയതാണ് ഉമ്മ. ആയിഷ വീണ് കിടക്കുന്നതാണ് കണ്ടത്. ആയിഷയുമായി അയൽവാസി മുഹമ്മദിന്റെ ജീപ്പ് ഇരച്ചു പാഞ്ഞു. അപ്പോഴും ബ്ലീഡിങ് നിന്നിരുന്നില്ല. ഹോസ്പിറ്റലിന്റെ ഗേറ്റ് തള്ളി തുറന്ന് ജീപ്പ് അകത്തേക്ക് കയറി. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ നിന്ന് അപ്പോഴേക്കും ആൾക്കൂട്ടം തന്നെയായിരുന്നു. ഡോക്ടർമാരും അങ്ങോട്ട് പാഞ്ഞു നടന്നു. ഡോക്ടർ ശിശിര വല്ലാതെ അസ്വസ്ഥയായിരുന്നു. ആയിഷയുടെ കൂടെ വന്നതാരാണ്? ശിശിര ഡോക്ടർ അല്പം കലിപ്പിൽ തന്നെയായിരുന്നു. എന്താണ് ഡോക്ടർ? വിറയാർന്ന ശബ്ദവുമായി അമ്മായിയമ്മ ഡോക്ടർക്കടുത്തേക്ക് ചെന്നു. നിങ്ങളാരാണ്? ഭർത്താവിൻ്റെ ഉമ്മയാണ്. എനിക്ക് നിങ്ങളെ തന്നെയാണ് കാണേണ്ടത്. വരൂ. ഡോക്ടർ റൂമിൽ വിളിച്ചിരുത്തി. നിങ്ങൾ പ്രസവിച്ചിട്ടില്ലേ ഉമ്മ? ഡോക്ടറുടെ ചോദ്യത്തിൽ മുഴുവൻ അമർഷവും ഉണ്ടായിരുന്നു. ഉമ്മയ്ക്ക് തലതാഴ്ത്തിയിരിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. 8 മാസം ഗർഭിണിയായ ഒരു പെണ്ണിനെ എങ്ങനെ നോക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ? ഏതെങ്കിലും ഒരു തവണ അവളുടെ കൂടെ നിങ്ങളോ വേറെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ആ പെണ്ണിൻ്റെ ശരീരത്തിൽ ഒരിടത്ത് പോലും സിഗരറ്റിൻ്റെ പൊള്ളലേൽക്കാത്ത ഇടമുണ്ടാവില്ല. നിങ്ങളുടെ മകൻ എന്താണ് കരുതിയത്? ഡോക്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഡോക്ടർ അത് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ കഴിയാതെ അവർ വേർത്തൊഴുകി. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, അവൾക്ക് നല്ല ബ്ലീഡിംഗ് ഉണ്ട്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉമ്മയും മോനും കൂടി ഗോതമ്പുണ്ട തിന്നാൻ റെഡിയായി നിന്നോളൂ. സാർ, ഞാൻ ഇത്രയും പ്രശ്നങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. അവൻ അവളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അറിഞ്ഞില്ല. എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം. ഇപ്പോഴും നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇനി ദൈവം വിചാരിക്കണം. എനിക്ക് അവളുടെ ശരീരത്തിലെ മുറിവുകൾ കാണിച്ച് ഒരു കേസ് കൊടുത്താലേ അവൾ നിങ്ങൾക്ക് അനുകൂലമായി ഒരു വിധി പറഞ്ഞാൽ പോലും രക്ഷപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉമ്മ. അതോർത്തോളൂ. തികച്ചും അസ്വസ്ഥതയോടെയാണ് ഉമ്മ പുറത്തേക്ക് വന്നത്. ആയിഷയുടെ സ്ഥിതി ഗുരുതരമായിരുന്നു. ബ്ലീഡിംഗ് ഒരു വശം, വേദന മറുവശം. അങ്ങനെ നീര് വന്ന വീർത്ത കാലുകളും മുഖവുമായി സർക്കാർ ആശുപത്രിയിൽ തൻ്റെ കുഞ്ഞിനു വേണ്ടി അവൾ കാത്തിരിപ്പായി. തികച്ചും ഏകപക്ഷീയമായ കാത്തിരിപ്പ്. എന്നിട്ടെന്തായി നൂറ? താൻ വേഗം പറയടോ. മെഹ്റുവിൻ്റെ മുഖം ചുവന്നു തൊടുത്തിരുന്നു. ആയിഷയുടെ വീട്ടിൽ നിന്നും എല്ലാവരും ഉണ്ടായിരുന്നു. മജീദിൻ്റെ കുടുംബക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു, മജീദ് ഒഴികെ. അന്ന് മജീദിൻ്റെ കൂട്ടുകാരൻ്റെ ദുബായ് യാത്ര അയക്കാൻ പോയതായിരുന്നു. വേദന കൊണ്ട് പുളയുന്ന ഓരോ നിമിഷവും അവൾ അലറി വിളിച്ചു. അവളെ ഓപ്പറേഷന് വേണ്ടി പ്രസവമുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തൻ്റെ ഉറ്റവരെയും ഉടയവരെയും ഒരു നോക്ക് കാണാൻ അവൾ ആർത്തിയോടെ ചുറ്റും നോക്കി. പ്രസവമുറിയിലെ വെള്ള വെളിച്ചം കത്തി പച്ചയണിഞ്ഞ ഡോക്ടർമാരും നഴ്സുമാരും അവൾക്ക് ചുറ്റും നിന്നു. വേദന കൊണ്ടും അപ്പോഴും അവൾ പുളയുകയായിരുന്നു. അനസ്തീഷ കൊടുക്കും മുമ്പ് അവൾ ഡോക്ടറെ ഒന്ന് നോക്കി. ഡോക്ടറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണോടോ? പറയ്. എനിക്ക് ജനിക്കുന്നത് ആൺകുഞ്ഞാണെങ്കിൽ
സയാൻ എന്നും പെൺകുഞ്ഞാണെങ്കിൽ സാറ എന്നും പേരിടണം. ആഹാ, താൻ ബോധം തെളിഞ്ഞിട്ട് പേരിട്ടാൽ പോരെ? അവൾ ഡോക്ടറെ നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അനസ്തീഷ്യൻ എത്തി മരുന്ന് കൊടുത്തു. പതിയെ അവൾ ഉറക്കത്തിലേക്ക് മയങ്ങി വീണു. ഒത്തിരി സമയം നീണ്ട പരിശ്രമം. ഐഷയുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി താഴ്ന്നുകൊണ്ടിരുന്നു. ഡോക്ടർമാർ ആകെ ടെൻഷനിലായിരുന്നു. ശരീരത്തിലേക്കുള്ള രക്തത്തിൻ്റെ പ്രവാഹം പതിയെ നിലച്ചു തുടങ്ങി. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് അലറിക്കരഞ്ഞു. ഐഷ പതുക്കെ യാത്രയായി തുടങ്ങിയിരുന്നു. താൻ കാത്തിരുന്ന തൻ്റെ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിക്കാതെ. മാസം പൂർത്തിയാവാതെയുള്ള പ്രസവമായതുകൊണ്ട് കുഞ്ഞിനെ NICUവിലേക്ക് മാറ്റി. വെള്ള പുതുപ്പിച്ച ഐഷയെ മോർച്ചറിയിലേക്ക് മാറ്റി. എന്നിട്ടെന്തായി നൂറ? ആ കുട്ടി, വെളുത്ത നിറമുള്ള ഗോതമ്പ് തോറ്റുപോകുന്ന ആ നിറമുള്ള പെൺകുട്ടിക്ക് ഡോക്ടർ സുഷിര സാറ എന്ന് വിളിച്ചു. പ്രസവത്തെ തുടർന്നുള്ള മരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. കണ്ണു നിറച്ച് അലറി വിളിച്ചു നടക്കുന്ന മജീദ് ആളുകൾക്ക് നൊമ്പരം നൽകി. ഒന്നും അറിയാത്ത ചോരക്കുഞ്ഞ് ഹൃദയത്തിൽ നോവ് പടർത്താത്തത് ആർക്കാണ്? വെള്ള പുതച്ച ഐഷയുടെ മുന്നിൽ ചന്ദനത്തിരികൾ കത്തിച്ചു വെച്ച് ആളുകൾ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു. പൊട്ടിക്കരഞ്ഞ അവളെ കെട്ടിപ്പിടിച്ചു കരയുന്ന മജീദിനെ പിടിച്ചു മാറ്റാൻ ആളുകൾ ഒത്തിരി പാടുപെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റുകൾ ഉയർന്നുകൊണ്ടേയിരുന്നു. അവളെയും വഹിച്ചുകൊണ്ട് സന്തോക്ക് പതിയെ പള്ളിപ്പറമ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അവൾക്കായുള്ള അവസാന നമസ്കാരത്തിന് ആ പള്ളിമുറ്റം സാക്ഷിയായി. 6 അടി മണ്ണിൽ അവൾക്കായി ഒരുക്കിയ കബറിൽ അവളെ കിടത്തി. എൻ്റെ ഐഷ, മജീദ് ഉറക്കെ നിലവിളിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ച സ്നേഹം. അവസാനമായി അവൾക്ക് മുകളിൽ പലകകൾ കൊണ്ട് മൂടി, അതിനു മുകളിൽ മണ്ണിട്ട് മൂടി, കബർ നനച്ച് മൈലാഞ്ചിച്ചെടികൾ നട്ട് എല്ലാവരും നടന്നകന്നു. അപ്പോൾ കേസൊന്നും ആയില്ല നൂറ? ഇല്ല മെഹ്റു, കേസൊന്നും ആയില്ല. അവൾ ഒരിക്കൽ പോലും അയാളുടെ സ്നേഹം അനുഭവിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എന്തായാലും അയാൾ ഇതോടുകൂടി നന്നായില്ല നൂറ? ഇല്ല മെഹ്റു, ഇതൊക്കെ അയാളുടെ നാടകം മാത്രമായിരുന്നു. കബറടക്കം കഴിഞ്ഞ് വീട്ടിലെത്തിയ ആൾ വേറെയായിരുന്നു. അതെന്താ? അവിടെ ഐഷയുടെ ബന്ധുക്കളുണ്ടായിരുന്നു. കുഞ്ഞിനെ തനിക്ക് നോക്കാനാവില്ല എന്ന നിലപാടായിരുന്നു അയാൾക്ക്. എന്നിട്ട് ആ കുഞ്ഞിനെ എന്ത് ചെയ്തു? അവർ ഏറ്റെടുത്തു കുഞ്ഞിനെ. ഐഷയുടെ ബാപ്പയും ഉമ്മയും സാറയെ അവർ നെഞ്ചോട് ചേർത്ത് വെച്ചു. ഐഷയുടെ മുറിയിൽ ഒരു കൊച്ചു ബാഗിൽ കുഞ്ഞു സാറയ്ക്ക് വേണ്ടി അവൾ കരുതിയ കുഞ്ഞുടുപ്പുകൾ ഉണ്ടായിരുന്നു. ഉമ്മച്ചി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒത്തിരി ഓർത്തിരിക്കാൻ ഒത്തിരി കഥകളുണ്ടായിരുന്നു. നൂറയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ കവിളിലൂടെ ചാലിട്ടൊഴുകിയ കണ്ണുനീർ മെഹ്റു തുടച്ചു മാറ്റി. ഹേ നൂറ, എന്താടോ മാഷേ താനിങ്ങനെ? ഐഷയുടെ ബാഗിൽ നിന്നും ഒരു കുഞ്ഞു പുസ്തകം അവളുടെ അനിയന് കിട്ടി. അവൾ അതിൻ്റെ ഓരോ താളുകളും മറച്ചു നോക്കി. അതിൽ 1-ാമത്തെ പേജിൽ ഇങ്ങനെ കുറിച്ചിരുന്നു: എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയും കൂടപ്പിറപ്പുകളെയും വിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ മരണത്തിലേക്കുള്ള യാത്രയാണ് എന്നതിൽ സംശയമില്ല. വീടിൻ്റെ കുടുംബമഹിമയും കാത്ത് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ ഇന്ന് ഞാൻ നോവുന്നുണ്ട്. അവൻ കരയുകയാണോ എന്നൊന്നും അറിയില്ലായിരുന്നു. ചില അക്ഷരത്തുള്ളികൾ കണ്ണുനീർ തുള്ളികളാൽ മായ്ക്കപ്പെട്ടിരുന്നു. ഇന്നെനിക്ക് പൊള്ളലേറ്റു. അയാളുടെ പീഡനങ്ങൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പടച്ചോനെ. ഓരോ താളുകളും വീണ്ടും വീണ്ടും അവനെ നീറിക്കുന്നതാണ്. അവസാന താളിൽ അവളുടെ കൈപ്പടയിൽ വൃത്തിയായി എഴുതിയ അക്ഷരങ്ങളിൽ ചിലത് അവളുടെ ജീവിതം എന്താണെന്ന് വിളിച്ചു പറയുന്നത് പോലെ തോന്നി. ചിലത് മാഞ്ഞുപോയിരുന്നു. അവൻ അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. മജീദിൻ്റെ കോളറിൽ പിടിച്ചു. അവൻ ഭ്രാന്തനെ പോലെ അലറി, കൊല്ലുകയായിരുന്നു അല്ലേ എൻ്റെ ഇത്താത്തയെ? ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. നമ്മുടെ ഈ നോവലിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, ഞങ്ങളുടെ കൂടെ കൂടുക. താങ്ക് യു.